അതായത് പെട്ടെന്നാണ് ഈ ഒരു ട്രാൻസിഷൻ ഒക്കെ നടക്കുന്നത്. ഒരു പെർട്ടിക്കുലർ സീനിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഫുൾ ബാക്ക് ടു ബാക്ക് ഒരു പാരലൽ ആയിട്ട് എന്താ പറയുക കഥയാണ് നടക്കുന്നത്. പ്രസന്റിൽ ഒരു കഥ നടക്കുന്നുണ്ട്, പിന്നെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ ഇതിലൊക്കെ ക്യാരക്ടേഴ്സ് വന്നിട്ട് നമ്മൾ നേരത്തെ പ്രൊമോഷൻ പരിപാടികളൊക്കെ, അതായത് ട്രെയിലേഴ്സിലൊക്കെ കണ്ട പോലെ തന്നെ ക്യാരക്ടേഴ്സ് അത് സെയിം. ജയസൂര്യയുടെ ക്യാരക്ടർ പാപ്പൻ ഇതിലുണ്ട്. 17th സെഞ്ചുറിയിൽ ഹീസ് ദയർ, ഒരു രാജാവിൻ്റെ ഒരു റോളാണ്. അപ്പൊ അത് കൂടുതൽ പറയുന്നില്ല, സ്പോയിലറും. നമ്മൾ ട്രെയിലറിൽ കണ്ടുകൊണ്ട് രാജാവാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ വിനായകന്റെ ക്യാരക്ടർ രസകരമായ ഒരു ക്യാരക്ടറാണ്. അസം ഖാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ആരാണെന്നൊന്നും പറയുന്നില്ല, സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെ പാരലായിട്ട് കഥ നടക്കുന്നുണ്ട്. ട്രാൻസിഷൻ വളരെ എന്താ പറയാ ദ്രുതഗതിയിലാണ് നടത്തുന്നത്. ഒരു സീന് കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത സീൻ കഴിഞ്ഞ കാലഘട്ടത്തിലാവും, അതൊന്ന് പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വരും. അപ്പൊ അങ്ങനത്തെ ഒരു ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ആൾക്കാരിലേക്ക് എത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തുന്നുണ്ട്. ബട്ട് ദെൻ ഫുള്ളായിട്ട് എത്തുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ നമ്മുടെ ഡയറക്ടർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വിജയിച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല, രസമുണ്ട്. കാരണം ആൾക്കാർ ചിരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് സിനിമയുടെ മേജർ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റണം. അതാണ് സിനിമയുടെ ഒരു പരിപാടി. കാരണം ആ ഒരു ജോണറാണ്. അപ്പൊ അങ്ങനെ ഒരു ഫാന്റസി, കോമഡി, ഇങ്ങനത്തെ ഒരു തരത്തിലൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഈ പറയുന്ന ആട് 3. പിന്നെ ഇതിന്റെ എൻഡിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓപ്പണിംഗ് ടു നെക്സ്റ്റ് പാർട്ട്. അതായത് ഒരു പാട്ടും കൂടി ഉണ്ട്, നമ്മുടെ ഡയറക്ടറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ളിലേക്കുള്ള ഒരു എൻട്രിയാണ്. അപ്പൊ എന്തായാലും അങ്ങനത്തെ പരിപാടികളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പാട്ടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട്. ഷാന്റെ മ്യൂസിക് നന്നായിട്ട്. ഷാൻ ആൻഡ് ഡോൺ വിൻസെന്റ് രണ്ടുപേരും കൂടിയാണ് BGM പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒക്കെ പരിപാടി നല്ലതാണ്. സിനിമാറ്റോഗ്രഫി ഈസ് നൈസ്. സെറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.